നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്നതിലുള്ള സന്തോഷം, അതാണ് ഈ കഥയിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. പ്രിയ സ്നേഹിത, നീയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ നഷ്ടപ്പെട്ട ഒരു പാപിയാണ്. തെറ്റിപ്പോയ മനുഷ്യനെ, സ്വയം തിരിച്ചു വരാൻ സാധിക്കാത്ത മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ആടിന് പകരമായി മരിക്കുവാൻ തീരുമാനിച്ചു, ജീവൻ നൽകുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ ജീവൻ നൽകി ആടുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇടയൻ്റെ കഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാൽവറിയിലെ ക്രൂശിൽ മരിച്ച ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സമീപിച്ച്, ഈ നല്ലിടയനെ സമീപിച്ച്, ഈ നല്ലിടയനോട് ഞാൻ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായിട്ടുള്ള ആ ശിക്ഷയാണ് കാൽവറിയിലെ ക്രൂശിൽ അങ്ങ് ഏറ്റെടുത്തത് എന്ന് ഞാൻ അറിയുന്നു, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സത്യങ്ങൾ ചിന്തിക്കുന്ന ഈ സമയത്ത് പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടു പോയ പലതിനെയും കണ്ടെത്തുന്ന സംഭവങ്ങളും ഒരുപക്ഷെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, വായിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കണ്ടെത്തുന്ന ഒരു കഥയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ സംഭവം പറഞ്ഞത്, ഈ കഥ പറഞ്ഞത് കർത്താവിനെ എതിർത്ത പരിസയ്യന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് ചെയ്ത പ്രവൃത്തികളെ ചോദ്യം ചെയ്ത ആളുകളോട് കർത്താവ് പറഞ്ഞ ഒരു സംഭവ കഥയാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ചുങ്കക്കാരും പാവികളും യേശു ക്രിസ്തുവിനെ എതിർക്കുകയും യേശു ക്രിസ്തുവിനെതിരെ പിറുപിറുക്കുകയും ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ കഥ, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്നതിലുള്ള സന്തോഷം, അതാണ് ഈ കഥയിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വളരെ പ്രസിദ്ധമായൊരു കഥ പറയുകയുണ്ടായി. ഒരാൾക്ക് 100 ആടുകളുണ്ട്. ഈ ആടുകൾ, അതിനെ മേയ്ക്കാൻ വേണ്ടി ഇടയൻ ഈ ആടുകളെയും കൂട്ടി അങ്ങനെ പോയ ആ കഥ. അങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ട കഥയാണ് പരിസയ്യന്മാരോട് കർത്താവ് പറഞ്ഞത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി പോകുന്ന ഇടയൻ്റെ കഥ. പക്ഷേ 99നെയും ഒരു സ്ഥലത്താക്കി നഷ്ടപ്പെട്ടതിനെ മാത്രം അന്വേഷിച്ച് പോകുന്ന ആ ഇടയൻ്റെ കഥ. ഒരുപക്ഷെ ഇത് കേൾവിക്കാരായ പരിസയ്യന്മാർക്കും ശാസ്ത്രിമാർക്കും നന്നായി അറിയാം. കാരണം എന്താണെന്നറിയാമോ? ഇസ്രയേലിൽ ആട് വളർത്തി അവർക്ക് നല്ല പരിചയമുണ്ട്. ആട്ടിടയന്മാരെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അവരോട് ഈ കഥ പറയുന്നത്. അപ്പോൾ 100 ആട് ഉള്ള ഈ ഇടയൻ 99നെയും ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ മരുഭൂമിയിൽ വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. രസകരമാണ്. കാരണം ഈ ആട്, തെറ്റിപ്പോയ ആട് വളരെ വിദൂരതയിലായിട്ടുണ്ട്. മാത്രമല്ല, ദുഷ്ടജന്തുക്കൾ എപ്പോൾ വേണമെങ്കിലും അതിനെ ആക്രമിച്ച് അതിനെ പിടിച്ച് കഷ്ണം കഷ്ണമാക്കി കഴിക്കാം, അതിനെ നശിപ്പിച്ച് കളയാം, കൊന്നുകളയാം, എല്ലാ സാധ്യതയുമുണ്ട്. അതിന് സ്വയമായി തിരിച്ചു വരാൻ സാധിക്കില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ നല്ല ഇടയൻ 99നെയും വിട്ട് ഒന്നിനെ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ കഥയിലൂടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ എതിർത്ത പരിസയ്യന്മാരോടും ശാസ്ത്രിമാരോടും വലിയ ഒരു സത്യമാണ് പറയാൻ ശ്രമിക്കുന്നത്. എന്താണ് ആ സത്യം? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നതിലുള്ള വലിയ സന്തോഷമാണ് കർത്താവ് അവരോട് പറയുന്നത്. ഈ ഒരാട് നഷ്ടപ്പെട്ടതുപോലെ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ആടിനോട് തുലനം ചെയ്താണ് യേശു ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത്. യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്.
അപ്പോൾ ഇടയൻ യേശുക്രിസ്തുവാണ്. ആടുകൾ എന്ന് പറയുന്നത് ഈ കേൾവിക്കാരായ ഇസ്രയേൽ ജനം അവരാണ് എന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ചേർക്കുകയും തൻ്റെ ആടുകളായി കണക്കാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കഥ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞത്? ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ ഒരു ആടിൻ്റെ അവസ്ഥയാണ്. കാരണം ആ ആട് തെറ്റിപ്പോയിരിക്കുന്നു. അത് കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി വഴിയറിയാതെ ദൂരങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ്റെ സ്ഥിതി അതല്ലേ? നിങ്ങളും ഞാനും ദൈവത്തിൽ നിന്ന് അകന്നുപോയ, യഥാർത്ഥ ഇടയനായ യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു വലിയ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നോക്ക്, എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ട് കാണാം. എങ്ങനെയാണ് മനുഷ്യൻ അകന്നു പോയത്? ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ മനുഷ്യൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വളരെ അകലങ്ങളിൽ സഞ്ചരിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ അകലങ്ങളിലുള്ള സഞ്ചാരം നോക്കിയാൽ മദ്യപാനവും കൊള്ളയും കൊലപാതകങ്ങളും അതുപോലെ തന്നെ പിടിച്ചുപറിയും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അങ്ങനെ പലതരത്തിൽ മനുഷ്യൻ വളരെ വികൃതമായി പോയിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടു പോയ, അകന്നുപോയ, കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ ആടിന് സമാനമായിട്ടാണ് മനുഷ്യനുള്ളത് എന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുന്ന ഇടയൻ ആ ഇടയൻ്റെ സ്വന്തം ആടല്ല എങ്കിൽ, വേറൊരു യജമാനൻ്റെ ആടിനെ നോക്കുന്ന ഇടയനാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉത്തരവാദിത്വം ആ ഇടയനുണ്ട്. ആ ഇടയൻ ഒന്നുകിൽ ആ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ വില കൊടുക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ജന്തുക്കൾ പിടിച്ച് തിന്നതാണ് എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥ ഇടയൻ, നല്ല ഇടയൻ. ആ ഇടയൻ ലോകത്തിലേക്ക് വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ ഓരോ വ്യക്തിയെയും കണ്ടെത്തുവാൻ വന്ന ഇടയനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ ലോകത്തിലെ മനുഷ്യരെല്ലാവരും തന്നെ പാപം ചെയ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാനാണ് ലോകത്തിലേക്ക് വന്ന ഇടയനാണ് കർത്താവായ യേശുക്രിസ്തു. യഥാർത്ഥത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സ്വയം വഴിയറിയാതെ പോയിരിക്കുകയാണ്. അതിനൊരിക്കലും സ്വയം തിരിച്ചു വരാനും സാധിക്കില്ല. ഇനി അത് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്ന വഴികളെല്ലാം തെറ്റായ വഴികളാണ്. അതിനെക്കുറിച്ച് യെശയ്യാ-പ്രവചനം 53-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ തെറ്റിപ്പോയ മനുഷ്യനെ, സ്വയം തിരിച്ചു വരാൻ സാധിക്കാത്ത മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന നല്ല ഇടയനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ഇടയൻ ഈ ലോകത്തിലേക്ക് വന്നത് അത് ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാടല്ലേ, ആ ആടിനെ എന്തിനാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയാമായിരുന്നു. എന്നാൽ ഇതാ ഇടയൻ, നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ഈ ആടിനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി അന്വേഷിച്ച് വരികയാണ്. ഈ ആടിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ആടിൻ്റെ അപാകതകളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അത് തെറ്റിപ്പോയ സ്ഥലത്ത് നിന്ന് മടക്കി വരുത്തുവാൻ ശ്രമിക്കുന്ന നല്ല ഇടയനായിട്ടാണ് യേശുക്രിസ്തുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കർത്താവ് ഈ കഥയിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത് 99 ആടുകളെയും ഒരു സ്ഥലത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരുവാൻ പോകുന്ന ഒരു ഇടയൻ്റെ കഥയിലൂടെ യേശുക്രിസ്തു തന്നെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് നഷ്ടപ്പെട്ടു പോയ ആടിന് സമാനമായി ജീവിക്കുന്ന മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുവരുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ഈ നല്ല ഇടയൻ ലോകത്തിൽ വന്നിട്ട് എന്താണ് ചെയ്തത്? അത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ കഥയിൽ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തിയ ഇടയൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആടിനെ എടുത്ത് തിരികെ കൊണ്ടുവന്ന് അയൽക്കാരെയും തൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് അങ്ങനെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്.
ആ സന്തോഷത്തിൽ അവരെ പങ്കുകാരാക്കുകയാണ്. മാത്രമല്ല, ഈ ആട് നഷ്ടപ്പെട്ടിരുന്നു, അത് തിരികെ കിട്ടി എന്നുള്ള സന്തോഷം പങ്കുവെക്കുകയും കൂട്ടത്തോട് ചേർക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് എന്തു ചെയ്തു? ആടുകളുടെ ആടുകൾ തെറ്റിപ്പോകാനുള്ള കാരണം എന്താണോ അത് മനസ്സിലാക്കി, എവിടേക്കാണ് തെറ്റിപ്പോയതെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ ആടിനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ നല്ല ഇടയൻ ചെയ്തു കഴിഞ്ഞു. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരാട് തെറ്റിപ്പോയത് മനഃപൂർവ്വം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വഴി അറിയാതെ പോവുകയാണ്, മടങ്ങി വരാൻ ഒരിക്കലും സാധ്യതയില്ല. അപ്പോൾ മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത ആടിനെ മടക്കി കൊണ്ടുവരുന്ന ഇടയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ ആടിനെ തേടി കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഇടയന് ധാരാളം പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദുഷ്ടമൃഗങ്ങളുടെ ആക്രമണങ്ങളും ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഈ നല്ലിടയനായ യേശു ക്രിസ്തുവും ആടുകളായ നമ്മളെ, തെറ്റിപ്പോയ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. സാക്ഷാൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ആ യേശു ക്രിസ്തു വന്ന് പിറന്ന ആ സമൂഹം യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. യഹൂദജാതി യേശുവിനെ അംഗീകരിച്ചില്ല. അവർ വിശ്വസിച്ചില്ല. യേശു ക്രിസ്തുവിനെ അവർ എതിർത്തു. യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അവർ അംഗീകരിച്ചില്ല. എങ്കിലും നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരഞ്ഞ് കണ്ടെത്തുന്ന ഈ ഇടയൻ ആ സന്തോഷത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയില്ല. താൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പാപികളുടെ ഈ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ എല്ലാവിധ കുറവുകളും താൻ അതിന് പരിഹാരം വരുത്തുന്ന ഇടയനായിട്ടാണ് യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 99നെയും വിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരുവാൻ വന്ന ഈ ഇടയൻ, നല്ല ഇടയൻ, പാപിക്ക് പകരമായി ഒരു വലിയ കാര്യം ചെയ്തു. അതെന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുന്ന ഒരേ ഒരു ഇടയനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഇടയനാണ്. സാധാരണ ക്രൂരമൃഗങ്ങളും അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയന്മാർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവൻ വിലപ്പെട്ടതായി കരുതി ആടിനെ അന്വേഷിക്കുന്നതിൽ നിന്ന് മടങ്ങിപ്പോകും. എന്നാൽ ഇതാ ഈ ഇടയൻ, യേശുക്രിസ്തു പറയുന്ന ഈ കഥയിൽ ഈ ഇടയൻ ഒരു പ്രതിബന്ധങ്ങളും നേരിട്ടപ്പോൾ മടങ്ങിപ്പോകാത്തവനാണ്. അത് സാക്ഷാൽ ദൈവം തന്നെയായ മനുഷ്യനായിട്ട് അവതരിച്ച കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരികെ കൊണ്ടുവരുവാൻ ആ വലിയ സന്തോഷത്തിലേക്ക് താൻ വന്നപ്പോൾ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ തനിക്കുണ്ടായി. യഹൂദജാതി തന്നെ എതിർത്തു. പ്രവാചകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന് പീഡനങ്ങൾ ഉണ്ടായി, യേശുക്രിസ്തുവിന് കഷ്ടതകളുണ്ടായി, ശരിയായി ജീവിക്കാൻ ഉള്ള സാഹചര്യമായിരുന്നില്ല. അങ്ങനെ ദരിദ്രരിൽ ദരിദ്രനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തു കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി. കൂടാതെ തെറ്റിപ്പോയ ആടിനെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ആടിന് പകരമായി മരിക്കുവാൻ തീരുമാനിച്ചു, ജീവൻ നൽകുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ ജീവൻ നൽകി ആടുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇടയൻ്റെ കഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും എങ്ങനെയുള്ള ആളുകളാണ് എന്ന് ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഈ തെറ്റിപ്പോയ ആടിനെ പോലെയല്ലേ? യഥാർത്ഥത്തിൽ ബഹുവിധമായ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ഇതാ നമ്മളെ അന്വേഷിച്ച് വരുന്ന, തിരഞ്ഞ് കണ്ടെത്തുന്നതിലുള്ള സന്തോഷമുള്ള ഒരു ഇടയനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഇടയൻ തെറ്റിപ്പോയ ആടിൻ്റെ ബലഹീനത മനസ്സിലാക്കി ആ ബലഹീനതയ്ക്ക് പരിഹാരം ചെയ്ത ഇടയനാണ്. എന്താണ് ഈ ഇടയൻ പരിഹാരം ചെയ്തത്? ജീവൻ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. കാൽവരിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നത് എന്ന് ചോദിച്ചാൽ, തെറ്റിപ്പോയ ആടിനെ മടക്കി കൊണ്ടുവരുവാനുള്ള കാര്യമാണ് അവിടെ നടന്നത്. കാരണം ആട് തെറ്റിപ്പോയപ്പോൾ ആ തെറ്റുകുറ്റത്തിൽ ആയിപ്പോയ മനുഷ്യന് അവൻ്റെ തെറ്റിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ
സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുന്ന വ്യക്തിയായിട്ടാണ് യേശുക്രിസ്തുവിനെ നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ടാണ് നമ്മളെ കണ്ടെത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കാൽവറിയിലെ ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ആർക്കും മറക്കാൻ സാധിക്കില്ല. ആടിനെ പോലെ തെറ്റിപ്പോയ, തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യനെ തിരികെ കൊണ്ടുവരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹവും ആ കണ്ടെത്തലിൻ്റെ പ്രവൃത്തിയുമാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും തെറ്റിപ്പോയവരാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഓരോ പാവിയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ്, തെറ്റ് ചെയ്ത് ജീവിക്കുന്നവനാണ്. അവനെ മടക്കി കൊണ്ടുവരുവാൻ കാൽവറിയിലെ ക്രൂശിൽ മരിച്ച ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സമീപിച്ച്, ഈ നല്ലിടയനെ സമീപിച്ച്, ഈ നല്ലിടയനോട് ഞാൻ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായിട്ടുള്ള ആ ശിക്ഷയാണ് കാൽവറിയിലെ ക്രൂശിൽ അങ്ങ് ഏറ്റെടുത്തത് എന്ന് ഞാൻ അറിയുന്നു, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, രക്ഷ പ്രാപിക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നതിലുള്ള സന്തോഷമാണ് ഈ കഥയിലൂടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ വിവരിക്കുന്നത്. പ്രിയ സ്നേഹിത, നീയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നഷ്ടപ്പെട്ട ഒരു പാപിയാണ്. നിൻ്റെയും പാപത്തിന് പകരമായി കാൽവറിയിലെ ക്രൂശിൽ യാഗമായ ഈ യേശുവിനോട് ഇന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ പറയണം: യേശുവേ, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയാണ്. ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് പകരമായിട്ടാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരികയാണ്, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ, അങ്ങനെ യേശുവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്കും സൗജന്യമായി ലഭിക്കുന്നതാണ് രക്ഷ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നതിലുള്ള ഈ ഇടയൻ്റെ സന്തോഷം എത്ര വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ, ഇടയാക്കട്ടെ.